കുട്ടികളെ നോക്കുന്ന കാരണം എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. ആ ഗിൽട്ട് ഞാൻ എങ്ങനെയാണ് നേരിടേണ്ടത്? അമ്മയായതിൽ നിങ്ങൾ ഹാപ്പിയാണോ? എങ്കിൽ ഈ ഒരു ഗിൽറ്റിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു മൊമെന്റ് അത് 10 വർഷം കഴിഞ്ഞാൽ കിട്ടും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടിയോട് കൂടെയില്ല, നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു ടൈം, ആ ഒരു ക്വാളിറ്റി ടൈം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം എനിക്ക് കുട്ടിയുടെ കൂടെ ഇരിക്കാം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു കുട്ടിയുടെ ഏജ് എന്താണോ അതിൻ്റെ 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതത് സമയത്ത് കൊടുക്കേണ്ട കാര്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യേണ്ട കാര്യം എൻജോയ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു റിഗ്രറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ മൊമെന്റ് അല്ലെങ്കിൽ ഒരു പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ? പലർക്കും പറ്റാത്തൊരു കാര്യമാണ്, എനിക്കതിന് പറ്റിയില്ലല്ലോ, എനിക്കിതിന് കഴിഞ്ഞില്ലല്ലോ, എനിക്കത് സാധിച്ചില്ലല്ലോ, ഞാനത് ആഗ്രഹിച്ചതായിരുന്നു, നേടിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഡ്രീം ഉണ്ട്, നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കത് നേടിയെടുക്കാൻ പറ്റാതെ ഉണ്ടാകുമ്പോഴുള്ളൊരു ഗിൽറ്റി ഫീലിംഗ് ആണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അമ്മ എന്നുള്ള സ്ഥാനം അല്ലെ, അതൊരു വലിയ സ്ഥാനമാണ്. അതിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമയം ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്താണോ സാധിക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ്, നിങ്ങൾ ഓക്കെയാണ്, അതായത് അമ്മ എന്നുള്ള റോള് ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് സ്വന്തം കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കരുതലും ഇപ്പോൾ അമ്മയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കുട്ടിക്കും എൻജോയ് ചെയ്ത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ അതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എങ്കിലും എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പ്രസന്റ് മൊമെന്റിലിരുന്ന് സാഹചര്യങ്ങളെല്ലാം എൻജോയ് ചെയ്ത് കുട്ടിയോട് കൂടെയുള്ള അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൻ്റെ കൂടെയുള്ള ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള എല്ലാവരുടെ കൂടെയും ഇരുന്ന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ ഗോളിലേക്കും ഫോക്കസ് ചെയ്ത് ചെറിയ കാര്യമെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തരനുസരിച്ചിരിക്കും, അവരുടെ സാഹചര്യത്തിനനുസരിച്ചിരിക്കും. ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ് എനിക്കത് സാധിച്ചില്ലല്ലോ, എനിക്കിത് പറ്റിയില്ലല്ലോ, ഞാൻ ഇതായത് കൊണ്ടല്ലേ എനിക്ക് പറ്റാതായത്, അല്ലെങ്കിൽ ഇതെനിക്ക് സംഭവിക്കാത്തത് കൊണ്ടല്ലേ എനിക്കത് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അതിൽ നിന്ന് എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് ആക്ഷൻ എടുക്കാനായിട്ടാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ റെഡിയാണ്, നിങ്ങളുടെ സാഹചര്യം ഒത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓക്കെയാണ്, നിങ്ങളതിന് ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് അല്ല, അത് നിങ്ങളെ ബോത്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും നെക്സ്റ്റ് നിങ്ങളുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. റിഗ്രറ്റ് അടിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കുറ്റബോധം കൊണ്ടിരിക്കുന്നതിന് ഇല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റി ഫീൽ കൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഈ പറയുന്ന 2 ഓപ്ഷൻ. ഓക്കെ, പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മളുടെ കുട്ടികളുടെ റോൾ മോഡൽ നമ്മളാണ് അല്ലേ? എനിക്ക് വന്നിട്ടുള്ള ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാം കേട്ടോ. അവരൊരു നല്ലൊരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്താണ് പ്രഗ്നൻ്റ് ആവുന്നതും അതിനുശേഷം കുട്ടിയെ നോക്കേണ്ട ആ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ആൾക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ജോലി റിസൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പം അതിലേക്ക് ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം പിന്നീടുള്ള വർഷങ്ങളെല്ലാം കുട്ടിക്ക് വേണ്ടി ജീവിച്ചു. അല്ലെങ്കിൽ ആളുടെ മനസ്സിലുള്ള ഡ്രീം എന്തായിരുന്നു, ആ ജോലി ചെയ്യാന്നുള്ളതായിരുന്നു. അത് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കുട്ടിയെ നോക്കുന്ന രീതിയിലേക്കായിരുന്നു പിന്നീടത്തെ ആ ഒരു അമ്മയുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ ആ കുട്ടി വളർന്നതിന് ശേഷം ഉണ്ടായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, മോൻ ചോദിക്കുന്ന ഒരു പ്രായമായ സമയത്ത് മോൻ ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളുടെ അമ്മയുടെ ജോലി മാറ്റിവെച്ചു എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം നിങ്ങളോട് നിങ്ങളുടെ കുട്ടി ചോദിക്കാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ മൈൻഡിന് സെറ്റ് ചെയ്യണം, എൻ്റെ മോന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം. അല്ല, നിങ്ങളുടെ പാഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ കുട്ടിയായിട്ടുള്ള എല്ലാം രണ്ടും ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും
നല്ലൊരു ഓപ്ഷൻ. ഇതെല്ലാം നമ്മളുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മളുടെ കുട്ടികളുടെ റോൾ മോഡൽ നമ്മളാണ്. സോ നമ്മൾ എങ്ങനെ ആയിരിക്കണം അതിനെ പ്രസന്റ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിനെ എങ്ങനെയായിരിക്കണം നമ്മൾ ബാലൻസ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്, നമ്മൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്.